ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മോസ്റ്റ് പവർഫുൾ AI ടൂളിനെ കുറിച്ചാണ്. ആ ടൂളിൻ്റെ പേരാണ് LM അറീന. ഈ ടൂളിൽ നമുക്ക് പെയ്ഡ് വെർഷൻ ChatGPT 5, Gemini 2.0 Pro, Grok 4 ഇങ്ങനത്തെ ഒരുപാട് പെയ്ഡ് വെർഷൻ ആയിട്ടുള്ള ടൂൾസ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പവർഫുള്ളായൊരു ടൂളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതേപോലെ പല AI ടൂൾസും ഒരേ സമയം കമ്പാരിസൺ ചെയ്യാനും പല AI ടൂളുകളിലും ഉത്തരം ഒരേ സമയം ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് LM അറീന. അപ്പോൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഉദരം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ പറയും. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അവിടെ LM അറീന സെർച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് വന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യുക, ലോഗിൻ ചെയ്യാതെയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ലോഗിൻ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഹിസ്റ്ററി കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യാതെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി കിട്ടുന്ന രണ്ട് വ്യത്യാസമുള്ളൂ. അതിനുള്ള നിങ്ങളെ സൗകര്യത്തിന് യൂസ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ബാറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലായിട്ട് സൈഡ് ബൈ സൈഡ് എന്നും ഡയറക്റ്റ് ചാറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്റിൽ എന്തൊക്കെ ഫീച്ചർ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ബാറ്റിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചെറിയൊരു പ്രോംപ്റ്റ് അടിച്ച് കൊടുക്കുകയാണ്. അടിച്ചു കഴിഞ്ഞാൽ രണ്ട് ആൻസറുകളായിട്ട് നമുക്കിവിടെ കാണിക്കും. അസിസ്റ്റൻസ് B എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ഇവിടെ ചെറിയൊരു വോട്ടിംഗ് ആണ് നടക്കുന്നത്. അതിൽ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്ര വലിയ ഒരു ഫ്യൂച്ചറല്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഏറ്റവും അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് തരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ബെറ്റർ ബി എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഏത് പ്ലാറ്റ്ഫോമാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ജസ്റ്റ് വോട്ടിങ് കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം ഈ ഫ്യൂച്ചർ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ബാറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ സൈഡ് ബൈ സൈഡ് ആണ്. ഇവിടെ നമുക്ക് ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് അത് നമുക്ക് ChatGPT ആണോ Gemini ആണെന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആദ്യം തന്നെ Gemini 2.5 സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടാമത്തേൽ നമ്മൾ ChatGPT 5 തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഓൾറെഡി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും ഉത്തരം നമുക്ക് കാണിക്കും. അതായത് ജെമിനിയുടെ ഉത്തരവും ChatGPT ഉത്തരവും ഇവിടെ കാണിക്കും. അതായത് സൈഡ് ബൈ സൈഡായി ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് വളരെ യൂസ്ഫുള്ളായൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് ഇതിൽ ഏറ്റവും നല്ല ബെറ്ററായ ഉത്തരം ഏതെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും, അത് ഒരേ സമയത്ത് തന്നെ. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ടെസ്റ്റ് മാത്രമല്ല നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇവിടെ സൈഡ് ബൈ സൈഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇമേജും ജനറേറ്റ് ചെയ്യാം, വീഡിയോയും ജനറേറ്റ് ചെയ്യാം. നമ്മളിവിടെ വീഡിയോ ജനറേറ്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല, നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പറയുക. ഇമേജ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അടിയിലായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്ന ഭാഗത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അവിടെ ബാറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ഇമേജ് ജനറേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനുണ്ട്, അതേപോലെ തന്നെ സൈഡ് ബൈ സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒറ്റ പ്ലാറ്റ്ഫോം ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതായത് ഏത് പ്ലാറ്റ്ഫോമാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും എന്ന ഓപ്ഷനാണിത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കമ്പാരിസൺ ചെയ്യാനും അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടാൻ കഴിയുന്ന ബെറ്റർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രോഫിയുടെ ഒരു ഭാഗം കാണാൻ സാധിക്കും. അതായത് നേരത്തെ ഇതിന് മുമ്പ് യൂസ് ചെയ്ത ആളുകൾ വോട്ട് ചെയ്ത ഓരോ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതൊക്കെ മേഖലകളിൽ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത് നല്ലൊരു ഫീച്ചറാണിത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എങ്ങനെയാണെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നിട്ട് തന്നെ അവിടെ ഏറ്റവും അടിയിൽ കാണുന്ന ഇമേജ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന സൈഡ് ബൈ സൈഡ് എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലോട്ട് വരുമ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ ജെമിനിയുടെ ഓപ്ഷനോ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ സെല്ലിലോട്ട് വന്നിട്ട് നമ്മൾ അതിൽ സീഡ്രീം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടൊരു പ്രോംപ്റ്റ് അടിച്ച് കൊടുക്കുകയാണ്. ആ പ്രോംപ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് ബൈ സൈഡായിട്ട് നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്ത് ആവുന്നത് കാണാം. ഇതിൽ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ ചെയ്തിട്ട് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഇമേജ് ഏതാണെന്നുള്ള മനസ്സിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ഉത്തരം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതേപോലത്തെ AI സംബന്ധമായ എല്ലാ വീഡിയോസും നമ്മൾ ഈ ചാനൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീഡിയോ കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.